ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അലനല്ലൂർ പഞ്ചായത്തിലെ 24 വാർഡുകളിൽ ആരൊക്കെ വിജയിക്കുമെന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ പഞ്ചായത്ത് ആര് ഭരിക്കും എന്നതിനെക്കുറിച്ചും ഒരു പ്രവചനം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും അതുപോലെ തന്നെ നമ്മളെ മൊബൈൽ ഫോർട്ടും ചേർന്നുകൊണ്ട് സംവിധാനം ഒരുക്കിയിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലെ ഫലം ആർക്കും പ്രവചിക്കാൻ പറ്റാത്തതാണെന്നുള്ളത് നാട്ടുകാർക്കൊക്കെ അറിയണ പോലെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആരും തന്നെ ഈ ഒരു പ്രവചനം ഇടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നമ്മൾ അതിനു വേണ്ടി ഒരുക്കിയിരുന്ന ഫണ്ട് അലനല്ലൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് വേണ്ടി കൈമാറുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അതിന് ഇതിൽ നമ്മുടെ മൊബൈൽ ഫോർട്ടിൻ്റെ MD മുനീർ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള വ്യാപാര വ്യവസായയുടെ എല്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഏറ്റുവാങ്ങാൻ വന്ന നമ്മുടെ പാലിയേറ്റീവിൻ്റെ ചെയർമാൻ ശശിയേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് വളരെ സന്തോഷത്തോടു കൂടി പാലിയേറ്റീവിന് കൈമാറുകയാണ്. അലനല്ലൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അതിൻ്റെ ഒരു പ്രവചന മത്സരം ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. ഇത് സംഘടിപ്പിച്ചപ്പോൾ ഈ പ്രവചന മത്സരത്തിൽ ആരും ഇവിടെ വിജയികൾ ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ സ്പോൺസർ അതൊരു മൊബൈൽ ഫോൺ, ഇവിടെ മൊബൈൽ ഫോർട്ടിൻ്റെ എൻ്റെ സുഹൃത്ത് ഇത് സ്പോൺസർ ചെയ്ത ഒരു മൊബൈൽ ഫോണാണ് ഇതിനു വേണ്ടി തീരുമാനിച്ചിരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന തുക കൊണ്ട് സാമ്പത്തിക സഹായം കൊണ്ട് മാത്രം നടന്നു പോകുന്ന ഒരു സൊസൈറ്റിയാണ്. എന്തായാലും ഈ രോഗീ പരിചരണത്തിന് വേണ്ടിയിട്ട് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ തുക ഇന്നിവിടെ കൈമാറിയതിൽ ഞങ്ങൾക്കൊക്കെ സൊസൈറ്റിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ നന്ദി വ്യാപാരി വ്യവസായിയോടും അതുപോലെ തന്നെ ഈ മൊബൈൽ ഫോർട്ടിൻ്റെ ഓരോ ഉടമസ്ഥരോടും ഞങ്ങൾ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കും.